മഴയ്ക്ക് കുറവുണ്ടെങ്കിലും പത്തനംതിട്ടയിൽ പലയിടത്തും ദുരിതം തുടരുകയാണ്. ആറന്മുളയിൽ വെള്ളം പൂർണ്ണമായും ഇറങ്ങിയിട്ടില്ല. പമ്പ അച്ചൻകോവിലാറുകളിൽ ഇപ്പോഴും ജലനിരപ്പ് അപകടകരമാം വിധം ഉയർന്ന നിലയിലാണ്. ഭക്ഷണം ഉൾപ്പെടെ ക്യാമ്പുകളിൽ ആവശ്യത്തിന് സൗകര്യമില്ലെന്ന ആരോപണവുമായി ദുരിതബാധിതർ രംഗത്തെത്തി. ഇല്ല, കറണ്ട് ഉണ്ടായിരുന്നു, കുറച്ച് സമയം പോയി. ഒരു 3 മണി ആയപ്പോഴത്തേനും കുറച്ച് ഉണക്കച്ചപ്പാത്തി കൊണ്ടുവന്ന് ഞങ്ങൾ കഴിച്ചു. വെപ്രാളം കൊണ്ട് അങ്ങ് തീർന്നു. പിന്നെ വൈകിട്ട് ഇച്ചിരി കഞ്ഞിയും പയറും. ഇത്രയും നേരമായി കണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കി. അത് ഒരുമാതിരിപ്പെട്ടവരൊക്കെ കഴിച്ചു, ഒരുമാതിരിപ്പെട്ടവർ കഴിച്ചില്ല. ക്യാമ്പിൽ വന്നപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസവും കിട്ടിയില്ല. കഴിഞ്ഞ ദിവസം പിന്നെ അമ്പലത്തിലൊക്കെ പോയി അമ്പലത്തിൽ വള്ളസദ്യയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ എല്ലാവരും ശാലിച്ച് കഴിക്കുമായിരുന്നു. മാർട്ടിൻ ജോസഫ് പത്തനംതിട്ടയിലെ വിവരങ്ങൾ നൽകും. മാർട്ടിൻ, അപ്പോൾ പലയിടത്തും ഇപ്പോൾ വെള്ളം ഇറങ്ങാനുണ്ട്. അതിനപ്പുറത്തേക്ക് ദുരിതാശ്വാസ ക്യാമ്പുകൾ നിരവധിയുണ്ട്. പക്ഷേ ആ ക്യാമ്പുകളുടെ പ്രവർത്തനത്തിൽ പോലും ഇപ്പോൾ പരാതി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിലെ മഴയുടെ അവസ്ഥ, ഒപ്പം തന്നെ വെള്ളക്കെട്ടിന് കുറവുണ്ടോ? എന്താണ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ അപ്ഡേറ്റുകൾ? ജിൽസി, ആദ്യം ക്യാമ്പുകളിലെ കാര്യം തന്നെ പറയാം. നമ്മളിപ്പോൾ ക്യാമ്പുകളിൽ സന്ദർശിച്ചിരുന്നു. അപ്പോൾ അവർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് ക്യാമ്പുകളിൽ ഇതുവരെയും വൈദ്യുതി എത്തിയിട്ടില്ല എന്നുള്ളൊരു വലിയൊരു പ്രശ്നമാണ് പറയുന്നത്. സാധാരണ വൈദ്യുതി ലൈനുകൾ വഴിയുള്ള KSEB നൽകുന്ന കറണ്ട് ലഭ്യമാവില്ല. കാരണം പൂർണ്ണമായും പലയിടത്തും വെള്ളം നിറഞ്ഞു നിൽക്കുന്നതിനാൽ, ട്രാൻസ്ഫോർമർ അടക്കം മുങ്ങി നിൽക്കുന്നതിനാൽ വൈദ്യുതി അങ്ങനെ നൽകാൻ ഒരു തടസ്സമുണ്ട്. എന്നെങ്കിൽ പോലും സാധാരണഗതിയിൽ ഇത്തരം അവസരങ്ങളിൽ ജനറേറ്ററുകൾ ഉപയോഗിച്ചാണ് ക്യാമ്പുകളിൽ വൈദ്യുതി എത്തിക്കുന്നതും മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. എന്നാൽ അത്തരത്തിലൊരു വൈദ്യുതി എത്തിയിട്ടില്ല എന്നുള്ളൊരു വലിയൊരു പരാതിയാണ് പ്രധാനമായും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ വൈദ്യുതി ഇല്ലാത്തതിനാൽ വെള്ളമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെ മുതലാണ് ജില്ലയിലും ഈ ആറന്മുള പ്രദേശങ്ങളിലടക്കമുള്ളടങ്ങളിൽ ക്യാമ്പുകൾ തുറന്നത്. എന്നാൽ ഈ പ്രദേശങ്ങളിലൊന്നും, ഈ ക്യാമ്പുകളിലൊന്നും ആദ്യമേ തന്നെ ഭക്ഷണം എത്തിയില്ല, കോർഡിനേഷൻ്റെ വലിയൊരു കുറവുണ്ടായിരുന്നു എന്നതിനെപ്പറ്റിയും ആളുകൾ വലിയ തോതിൽ നമ്മളോട് പരാതി പറയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. നമ്മളിപ്പോൾ തൊട്ടടുത്തൊരു ക്യാമ്പിലാണ്, നമ്മളിപ്പോൾ ആറന്മുളയിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്തൊരു ക്യാമ്പിൽ നമ്മൾ പോയി സംസാരിച്ചപ്പോൾ തൊട്ടടുത്ത് തന്നെയുള്ള ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നടക്കുന്ന വള്ളസദ്യയുടെ ബാക്കി വന്ന ഭക്ഷണം മാത്രമാണ് തങ്ങൾക്ക് കിട്ടിയത് എന്നുള്ളൊരു പരാതി കൂടി ഈ ക്യാമ്പിലുള്ളവർ ഉന്നയിക്കുന്നൊരു സാഹചര്യം കൂടി വന്നിട്ടുണ്ട്. ഇപ്പോഴും പല ക്യാമ്പുകളിലും വൈദ്യുതി എത്തിയിട്ടില്ല എന്നുള്ളൊരു വലിയൊരു പരാതി ഇപ്പോഴും അവർ ഉന്നയിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ക്യാമ്പുകളിൽ നിന്നാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. എന്നാൽ ഇപ്പോഴും ഒരു വെള്ളത്തിൻ്റെ ഒരു കുറവ് ഇപ്പോഴും ആറന്മുളയിൽ സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ കാണാൻ സാധിക്കും, ഫയർഫോഴ്സ് അംഗങ്ങൾ ഇപ്പോഴും ബോട്ട് ഇറക്കി മറ്റ് ഉൾപ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പമ്പയാറാണ് തൊട്ടപ്പുറത്തുള്ളത്. ഈ ആറ് നിറഞ്ഞ് കവിഞ്ഞുള്ള വെള്ളമാണ് പ്രധാനമായും ആറന്മുളയെ മുക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ റാന്നി, കോന്നി മേഖലകളിൽ പെയ്ത അതിശക്തമായ മഴയാണ് ഈ ഒരു പ്രദേശത്ത് വെള്ളപ്പൊക്കത്തിന് കാരണമായിട്ടുള്ളത്. ഇവിടെ നിന്നുണ്ടാകുന്ന വെള്ളം അതിശക്തമായിട്ട് ഇങ്ങോട്ട് ഒഴുകി വരുമ്പോൾ ഈ അച്ചൻകോവിലാർ, പമ്പ പ്രദേശങ്ങളിൽ തീർച്ചയായും മുങ്ങുമെന്നുള്ളൊരു കാര്യം ഉറപ്പായിരുന്നു. എന്തായാലും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇന്നലെ രാവിലെ മുതൽ ഈ ആറന്മുള പ്രദേശങ്ങളിലും വെള്ളം ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ളൊരു മുൻകരുതലുകൾ ആർക്കും എടുക്കാൻ സാധിച്ചില്ല എന്നുള്ളൊരു വലിയൊരു പ്രശ്നം കൂടിയുണ്ട്. കാരണം ഇപ്പോഴും ആളുകൾ ക്യാമ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. രാവിലെ നമ്മൾ കണ്ടതാണ്, പല വീടുകളിലും മുങ്ങിക്കിടക്കുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. കാരണം ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നിറയെ പാടങ്ങൾ പോലെ നിറഞ്ഞു കിടക്കുന്ന ജലം നിറഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രദേശങ്ങളിലെല്ലാം ആണ് സാധാരണ എല്ലാ വർഷവും പമ്പകയാർ നദിക്കരി കരകവിഞ്ഞ് ഒഴുകുമ്പോഴത്തേനും വെള്ളം നിറയുന്നത്. അപ്പോൾ ഈ വെള്ളം ഈ പാടങ്ങളിൽ നിറയുന്നതനുസരിച്ച് പിന്നീട് അങ്ങ് ഒഴുകി പോവുകയാണ് ഇത്. അത് സാധാരണഗതിയിൽ ഇത്തരം വെള്ളപ്പൊക്കങ്ങൾ സാധാരണ വീടുകളെയോ അല്ലെങ്കിൽ മറ്റ് ജനങ്ങളെ അധികം ബുദ്ധിമുട്ടിക്കാറില്ലായിരുന്നു എന്നുള്ളൊരു പ്രത്യേകതയായിരുന്നു. പക്ഷേ എന്നാൽ അതിനെല്ലാം പതിവിന് വിപരീതമായിട്ടാണ് ഇത്തവണ ആറന്മുളയിൽ വലിയ തോതിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതും. ആദ്യമേ തന്നെ ഇന്നലെ തന്നെ രാവിലെ തന്നെ ഉച്ചയോടുകൂടി തന്നെ ഈ പാടങ്ങൾ നിറഞ്ഞ് കവിയുകയും പിന്നീട് ഈ വെള്ളം വീടുകളിലേക്ക് കയറി വരുന്നൊരു സാഹചര്യം കൂടി ഇന്നലെ ആറന്മുളയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഇപ്പോഴും നിരവധി ആളുകൾ ഈ പ്രദേശങ്ങളിലെല്ലാം ചുറ്റും കൂടി നിൽപ്പുണ്ട്. പലരും വീടുകളിൽ നിന്ന്
ഇറങ്ങി വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പലരും ഇവിടെ നിന്ന് മാറി താമസിക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. കാരണം ഇപ്പോഴും നമുക്കറിയാം ഈ കാണുന്നത് പോലെ ഫയർഫോഴ്സ് അംഗങ്ങൾ ഇപ്പോഴും ആ ഒരു പ്രദേശത്തുണ്ട്. ഇവിടെ നിങ്ങൾ കുറച്ചും ഉള്ളിലോട്ട് പോകുമ്പോൾ നിറയെ വീടുകളുള്ളൊരു പ്രദേശം കൂടിയാണുള്ളത്. അപ്പോൾ ഈ പ്രദേശങ്ങളിൽ നിരവധി ആളുകൾ ഉണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളും വെള്ളവുമായിട്ട് കൂടിയാണ് ഈ ഫയർഫോഴ്സ് അംഗം ഇപ്പോൾ അങ്ങോട്ട് പുറപ്പെടുന്നത്. പല ആളുകളും വീടുകളിൽ തന്നെ കഴിയുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. എന്നാൽ എല്ലാവരും ക്യാമ്പിലേക്ക് വരാൻ തയ്യാറാവുന്നില്ല എന്നുള്ളൊരു പ്രത്യേകതയോടു കൂടിയുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും വെള്ളവുമായിട്ട് ഇപ്പോൾ ഫയർഫോഴ്സ് അംഗം ഇവിടുന്ന് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് നിരവധി വീടുകൾ ഇനിയുമുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ ഇനി വലിയ തോതിൽ വെള്ളം പൊങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിരവധി പ്രദേശങ്ങൾ ഈ ആറന്മുളയിൽ നിരവധി പ്രദേശങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. പല വീടുകളിലെ 2ാം നിലയിൽ ഉൾപ്പെടെ ആണ് ഇപ്പോൾ ആളുകൾ താമസിക്കുന്നത്. എന്തായാലും ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും ആറന്മുളയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജിൽസി, ആറന്മുളയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളം കെട്ട് പൂർണ്ണമായും ഇറങ്ങാത്തത് കൊണ്ട് തന്നെ പലയിടങ്ങളിലും ആളുകൾ വീടുകളിലൊക്കെ ഒറ്റപ്പെട്ട് കഴിയുന്ന സാഹചര്യം കൂടിയുണ്ട്. അവർക്കായുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ കൂടി തുടരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് മാർട്ടിൻ ജോസഫ് നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്.